Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ചൂടോടെ കഴിക്കാനായിട്ടുള്ള ഈ ഫ്രഞ്ച് ഫ്രൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. ഇതിനായിട്ട് ഞാൻ 3 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് സെലക്ട് ചെയ്യുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ടാകുമ്പോഴേക്കും അല്പം വലുത് നോക്കി നീളമുള്ളത് നോക്കി എടുക്കുക. ചെറുതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പൊന്നും ഉണ്ടാവില്ല, തീരെ ചെറുതായി പോകും. അപ്പോൾ മാക്സിമം വലിപ്പമുള്ളതും നീളമുള്ളതും നോക്കി സെലക്ട് ചെയ്ത് വാങ്ങുക. അതിനുശേഷം തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം 2 അറ്റം ഒന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. അത് വേണമെന്നൊന്നും ഇല്ല കേട്ടോ, അതൊന്ന് ഷേപ്പിൽ കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ അറ്റം മുറിച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്കിത് നീളത്തിൽ മുറിച്ചെടുക്കണം. ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കണം. ഞാനിത് പ്രത്യേകം കാണിക്കാൻ കാര്യം, നമ്മളിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ കനം കുറഞ്ഞു പോരുത്. തീരെ കനം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് നമ്മൾ തിളപ്പിക്കുന്ന സമയത്തും ഫ്രൈ ചെയ്യുന്ന സമയത്തും പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വലിപ്പത്തിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുന്നതിനനുസരിച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ബൗളിൽ ഞാൻ സാധാരണ പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് അപ്പം തന്നെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ നിറം മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിങ്ങനെ തന്നെ ഒരു 5-6 മിനിറ്റ് വെള്ളത്തിൽ കിടന്നോട്ടെ, അതിനകത്തെ സ്റ്റാർച്ച് എല്ലാം പോകാൻ നല്ലതാണ്. നമ്മളിപ്പോൾ ഇനി വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണ്. ഇതൊന്ന് തിളച്ച വെള്ളത്തിലിട്ടെടുക്കണം. അതിനകത്തേക്ക് 1 ടീസ്പൂൺ നിറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് പിടിക്കണമെങ്കിൽ ഇത്രയെങ്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ആ വെള്ളത്തിൽ പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ച ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അത് അതിൽ തന്നെ കിടന്നോട്ടെ. എന്നിട്ട് ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് കോരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അധിക നേരം തിളപ്പിക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാവും. ആ ഉരുളക്കിഴങ്ങ് 1 മിനിറ്റ് ആ വെള്ളത്തിലിട്ട് തിളച്ചതിന് ശേഷം ഉടനെ തന്നെ കോരി മാറ്റണം. കാരണം ഇതിനകത്ത് കൂടുതൽ സമയം 1 മിനിറ്റിൽ കൂടുതൽ കിടന്നു കഴിഞ്ഞാൽ ആ ഉരുളക്കിഴങ്ങ് വെന്ത് പൊട്ടിപ്പോവും, പൊടിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്, ഒരൊറ്റ മിനിറ്റ് മാത്രം വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. അതിനുശേഷം നമുക്കിത് കോരി ഒരു ടവലിലോ അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂലോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെള്ളം ഒന്ന് ഒപ്പിയെടുക്കണം. അപ്പോൾ ഇത് കറക്റ്റ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും വേഗം തന്നെ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റുകയാണ്. എന്നിട്ട് ഒരു ടിഷ്യൂവിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ടവലിൻ്റെ പുറത്തോ ഇട്ട്, കോട്ടൺ തുണിയുടെ പുറത്തോ ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് വലിഞ്ഞു പോകണം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കൈവച്ച് ഒപ്പിക്കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം വലിഞ്ഞു കിട്ടും. അധികം പ്രസ് ചെയ്യരുത്, പതുക്കെ ഒന്ന് ഒപ്പിയെടുക്കുക. ഇപ്പോൾ കണ്ട അതിൻ്റെ ഈർപ്പമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ആദ്യം നമ്മളിത് 2 ട്രിപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, 2 പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇടുമ്പോഴേക്കും തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. എണ്ണ ചെറിയ ചൂടോടെ കിടക്കണം. അതിനകത്തേക്ക് നമുക്കിതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതിയാകും. അതിൻ്റെ നിറമൊന്നും മാറാനായിട്ട് വെയിറ്റ് ചെയ്യരുത്, അതേ കളറിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഉടനെ തന്നെ കോരി മാറ്റി ഒന്നെങ്കിൽ ഒരു വയർ റാക്കിലോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ടവലിലോ ഇട്ടിട്ട് അതിൻ്റെ എണ്ണയൊന്ന് പതുക്കെ ഒന്ന് വലിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കോരി മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഒരു 2 മിനിറ്റ് മതി കേട്ടോ, അതിൽ കൂടുതൽ വേണ്ട. ഇത് നമുക്ക് കോരിയിട്ട് മാറ്റി വയ്ക്കാം. കൂടുതൽ ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 2 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് അത്രയും ക്രിസ്പി ആയിട്ട് വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പ് തന്നെ നന്നായിട്ട് മൂപ്പിച്ച് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കളറായി വരുമ്പോഴേക്കും എടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ ആദ്യം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമ്മൾ ടവലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ എണ്ണയൊന്ന് വലിയാൻ വേണ്ടി അതൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും ആ എണ്ണയെല്ലാം അതിലേക്ക് വലിഞ്ഞ് കിട്ടും. അതിനുശേഷം ചൂടാറിയിട്ട് വല്ല സിപ്ലോക്ക് കവറിലൊക്കെ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ 1 മാസത്തിൽ കൂടുതൽ ഇരിക്കും. എന്നിട്ട് ആരെങ്കിലും ഗസ്റ്റ് വരുന്ന സമയത്ത് എടുത്തിട്ട് ചൂടോടെ തന്നെ അടുത്ത ട്രിപ്പ് നമ്മൾ രണ്ടാമത് വറുക്കുമല്ലോ, അതേപോലെ ഫ്രൈ ചെയ്ത് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ ഇങ്ങനെ തന്നെ
ചെയ്ത് വെക്കുക. ഇങ്ങനെ കുറച്ച് കൂടുതൽ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ഇതെടുത്ത് അങ്ങ് ഒറ്റയടിക്ക് അങ്ങ് വറുത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പൊക്കെയാണ് നമുക്ക് ഇത്തിരി കഷ്ടപ്പാടുള്ളത്. അത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ച് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാട് പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ ട്രിപ്പ് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്നും അധികം ആറാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാനാണെങ്കിൽ അധികം തണുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഫ്രൈ ചെയ്യാം. രണ്ടാമത്തെ പ്രാവശ്യം ഫ്രൈ ചെയ്യുമ്പോഴേക്കും എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വയ്ക്കുക. ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ചെയ്തപ്പോഴേക്കും എണ്ണ ഒന്ന് തീ കുറച്ചാണ് വെച്ചിരുന്നത്, അധികം ചൂടില്ലാത്ത രീതിയിലാണ് ഫ്രൈ ചെയ്തത്. ഇനിയിപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടാണ് രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. തീ കൂട്ടി വെച്ച് തന്നെ ഫ്രൈ ചെയ്യുക, കാരണം ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതങ്ങ് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ തീ കൂട്ടി വെച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ കണ്ട നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പം നമുക്ക് സ്പൂണൊക്കെ വെച്ച് തൊടുമ്പോൾ അറിയാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടുണ്ടെന്നുള്ളത്. നമുക്കത് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, സ്പൂൺ വെച്ച് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോഴേക്കും നമുക്ക് വറുത്ത് കോരാം. കണ്ട ഈ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൽ ഉപ്പിട്ടാണല്ലോ ഇത് വേവിച്ചത്, പക്ഷേ എങ്കിലും കുറച്ചുകൂടെ ഒന്ന് ഉപ്പ് നന്നായിട്ട് പുറമേ പിടിക്കാൻ വേണ്ടി നമുക്കൊരല്പം ഉപ്പ് കൂടെ ഇതിൻ്റെ പുറത്ത് ഇതുപോലെ വിതറി കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്രിസ്പി ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക് യു.